കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയകാല ആത്മമിത്രവും പിന്നീട് അദ്ദേഹത്തിന്റെ ബദ്ധശത്രുവുമായി മാറിയ നിലമ്പൂർ MLA PV അൻവറിനെ ഇന്നലെ വൈകിട്ട് ഒരു വലിയ സംഘം പോലീസ് ഏതാണ്ടൊരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്ന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് പിന്നീട് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ അതിക്രമം ഉണ്ടാക്കുകയും ഏതാണ്ട് 35,000 രൂപയുടെ നാശനഷ്ടം വരുത്തുകയും ചെയ്തു ഉള്ള ഒരു കേസിലാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലമ്പൂരിൽ ഇന്നലെ ഒരു ആദിവാസി യുവാവ് മണിയെ ഒരു ആന ചവിട്ടിക്കൊല്ലുകയും അതിനെ തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുകയായിരുന്നു MLAയും സംഘവും. ശരിക്കും ഈ ഒരു അറസ്റ്റ് മൂലം ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രീ അൻവറിന് മാത്രമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചേലക്കരയിൽ DMK സ്ഥാനാർത്ഥിയായി മുൻ KPCC സെക്രട്ടറി NK സുധീറിനെ അൻവർ നിർത്തിയെങ്കിലും NK സുധീർ ദയനീയമായിട്ട് പരാജയപ്പെടുകയുണ്ട്. ഒരു ചലനവും ഉണ്ടാക്കിയില്ല. CPM-ഉമായിട്ട് സംഘർഷത്തിൽ തുടങ്ങിയതിനു ശേഷം ഇദ്ദേഹത്തിന് അല്പം ജനപിന്തുണയൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ സൃഷ്ടിച്ചെങ്കിലും പിന്നീട് ഇലക്ഷൻ റിസൾട്ടും അതിനുശേഷം ഉള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലും PV അൻവർ ശരിക്കും അപ്രസക്തനായി കിടക്കുകയായിരുന്നു. ഈ അറസ്റ്റ് PV അൻവറിനെ വീണ്ടും രാഷ്ട്രീയ ഒരു ലൈം ലൈറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആരാണ് പിണറായിക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? നമുക്ക് ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ PV അൻവർ രാഷ്ട്രീയമായിട്ട് പ്രസക്തി നഷ്ടപ്പെട്ട് അദ്ദേഹം ഗത്യന്തരമില്ലാതെ നിൽക്കുമ്പോൾ വരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്തത് ഏതെങ്കിലും അഴിമതി കേസിലോ അല്ലെങ്കിൽ മറ്റ് പെണ്ണ് കേസിലോ ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ അതോടുകൂടി സമൂഹത്തിൽ ഒരു ഇമേജ് തകരുമെന്ന്. ഇത് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം, വയനാട്, ഇടുക്കി ജില്ലകളിലൊക്കെ ഇന്നുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രശ്നവുമാണ് വന്യമൃഗങ്ങളാൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ദുരന്തം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ 200ഓളം ആൾക്കാർ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടിരുന്നു. ശരിക്കും ആ പ്രദേശത്തെ ആൾക്കാരുടെ വികാരം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എതിരാണ്. അതിൽ സംശയമൊന്നുമില്ല. ഈ അടുത്ത കാലത്തായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പൊതുവെ സമൂഹത്തിൽ മുഴുവൻ എതിർപ്പുണ്ട്. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ അതിക്രമങ്ങൾ, അതുപോലെ ഈ നിയമങ്ങൾ തന്നെ ഇംഗ്ലീഷിൽ ഡ്രക്കോണിയൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാട്ട് നിയമങ്ങളാണെന്നും വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും അവ സമീപത്തുള്ള കൃഷിയിടങ്ങളിൽ കയറി വിള നശിപ്പിക്കുകയും അതുപോലെ തന്നെ വീട് നശിപ്പിക്കുന്നു, നിരവധി മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്നു. അതായത് ഈ ചവിട്ടിക്കൊന്ന ആൾക്കാരൊക്കെ ആദിവാസികളാണ്, കയ്യേറ്റക്കാരോ അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജനകീയ വിഷയമാണ്. ഈ ജനകീയ വിഷയം ഏറ്റെടുത്ത് സമരം ചെയ്യുന്ന ഒരു MLAക്ക് അറസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ പരം ആനന്ദകരമായ മറ്റൊരു കാര്യമില്ല. കാരണം ഇതാണ് അവരാഗ്രഹിക്കുന്നത്. ഇവിടെ പിണറായി എന്ന് പറഞ്ഞ വൈദ്യൻ കൽപ്പിച്ചതും അൻവർ എന്ന് പറഞ്ഞ യോഗി ഇച്ഛിച്ചതും അറസ്റ്റാണ്. അപ്പം വീണ്ടും പിണറായിയും അൻവറും തമ്മിൽ എന്തെങ്കിലും അടുപ്പത്തിൽ എത്തിയോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് രാഷ്ട്രീയമായിട്ട് അത്ര മണ്ടത്തരമായിട്ടാണ് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്നത്. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം ഞാൻ കാണുന്നത് ഈ CPM കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ CPM-ന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. CPM എപ്പോഴും സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നുള്ള ഒരു ക്രമമല്ല പാലിക്കുന്നത്. CPM തുടങ്ങുന്നത് തന്നെ ദണ്ഡത്തിൽ നിന്നാണ്. അപ്പോൾ ഭീഷണിയിലൂടെ രാഷ്ട്രീയ ശത്രുക്കളെ ഒതുക്കാം എന്നുള്ളൊരു നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പണ്ട് തൊട്ടേ ഉള്ളത്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, നിഷ്പക്ഷമായിട്ട് ജോലി ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സബ് ഇൻസ്പെക്ടർമാർ, സർക്കിള് DYSP ഒക്കെ ഉള്ളവർ ആണെങ്കിൽ CPM ഉടനെ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ മുന്നിൽ കൊണ്ടുപോയിട്ട് ഒരു ധർണയോ ഒരു പ്രതിഷേധ മീറ്റിങ്ങോ ഒക്കെ നടത്തും. അവിടെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പേരെടുത്ത് വിമർശിക്കുക, അധിക്ഷേപിക്കുക, ഇദ്ദേഹത്തിൻ്റെ കുടുംബം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ വിലാസമൊക്കെ വെളിപ്പെടുത്തുക, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വരുത്തിക്ക് നിർത്തുക. അതായത് ഭീഷണിയുടെ ഒരു സ്വരം മാത്രം രാഷ്ട്രീയ തന്ത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇത്. സത്യത്തിൽ ഇത് വളരെ ഒരു പഴഞ്ചൻ രാഷ്ട്രീയ തന്ത്രമാണ്. കാരണം കാലം മാറുന്നതനുസരിച്ച് ഇത്തരം രീതികളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. പക്ഷെ പഴയത്
മാത്രം ഈ പഠിച്ചതല്ലേ പാടൂ. അപ്പൊ പഴയത് മാത്രം അറിയാവുന്ന ആൾക്കാർ ഇനി ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും. ഒരുപക്ഷെ അതായിരിക്കാം പിണറായി വിജയനും പ്രയോഗിച്ചത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിന് രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾക്കും ന്യായീകരണം കൊടുക്കില്ല. കാരണം ഇതോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായിട്ട് PV അൻവറിന് പുറകിൽ അണിനിരന്നു. ഇയാൾ ആഗ്രഹിക്കുന്നതും അത് തന്നെ ആയിരുന്നല്ലോ. പിന്നെ ഇത് കൂടാതെ സമൂഹത്തിലും ഇദ്ദേഹത്തിന് ജനങ്ങളുടെ പ്രശ്നം ഉയർത്തി കാണിച്ച, സമരം ചെയ്ത് ജയിലിൽ പോയ ഒരു നേതാവെന്ന വീരപരിവേഷമാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹത്തിന് ആയുധമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. PV അൻവർ ജനപ്രിയനാകുന്നു. അദ്ദേഹം ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന നേതാവാകണമെന്ന് മനസ്സിലാകുന്നു. ഇനി അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മറ്റൊരു വികട ബുദ്ധി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇദ്ദേഹത്തിനോടുള്ള ഒരു വ്യക്തിപരമായ വിരോധം, അതായത് പിന്നെ ADGP അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതുപോലെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾക്ക് ഒരു പ്രതികാരം ചെയ്തതാണ് എങ്കിൽ ശരിയായിരിക്കാം. പക്ഷേ എങ്കിലും ഇതൊന്നും ഒരു രാഷ്ട്രീയത്തിലെ പ്രതികാരമല്ല. കാരണം ഇതൊക്കെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന പ്രതികാരങ്ങളാണ്. ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഇപ്പം നമ്മൾ ഈ ഒരു ബിസിനസ്സുകാരനെയോ അല്ലെങ്കിൽ അതുപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പട്ടുമത്തയിൽ ജീവിക്കുന്ന ഒരാളെയോ അറസ്റ്റ് ചെയ്ത് 2 ദിവസം ജയിലിലിട്ടാൽ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നാണക്കേട് മാത്രമല്ല, പലർക്കും ഈ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പുത്തരിയല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയവരായിരിക്കും മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും. അപ്പോൾ അവർക്ക് 2 ദിവസം ജയിലിൽ കിടന്നെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഏതായാലും ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ ജയിലിൽ കൊണ്ടുപോയിട്ട് മർദ്ദിക്കാനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് ഒരു MLA. അപ്പോൾ പിന്നെ ഒന്ന് നാണം കെടുത്തുക എന്നുള്ളതായിരിക്കും. പിന്നെ മാത്രമല്ല, കോടതിയിൽ ചെല്ലുമ്പോൾ മിക്കവാറും ഇദ്ദേഹത്തിന് ഉടൻ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സർക്കാരിനേറ്റ ഒരു വലിയ തിരിച്ചടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷെ ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഗൗനിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചില ഈ അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നതോട് പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ അൻവറിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ എന്തെല്ലാം വേറെ വിഷയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനധികൃതമായി തടയണ കിട്ടിയ വിഷയത്തിൽ അൻവറിനെതിരെ കളക്ടർ നടപടിയെടുക്കാനിരുന്നാണ്. ആ കേസിന് എന്ത് സംഭവിച്ചോന്ന് എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. പക്ഷേ നിയമം ലംഘിച്ച അത്തരം കയ്യേറ്റങ്ങളും ഒക്കെ നടത്തിയ പല കേസുകളും അൻവറിനെതിരെയുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ അൻവറിന് കിട്ടിയിരിക്കുന്ന വീരപരിവേഷം കിട്ടുമോ എന്ന് സംശയമാണ്. പക്ഷെ ഇപ്പോൾ ശ്രീ പിണറായി വിജയനെ അങ്ങേയറ്റം അനുകൂലിക്കുന്ന വ്യക്തികൾ, അതായത് സാധാരണ അന്തംഗമ്മികൾ എന്ന് പറയുന്ന വ്യക്തികൾ അല്ലാതെ മറ്റാരുടെയെങ്കിലും പിന്തുണ ഈ ഒരു പ്രവൃത്തിക്ക് കിട്ടുമോ എന്നുള്ളത് സംശയകരമാണ്. എന്തായാലും അൻവറിന് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാക്കി കൊടുക്കാൻ പിണറായി വിജയൻ കിണഞ്ഞു ശ്രമിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയായിരിക്കും CPM വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളത് അറിയാൻ വളരെ കൗതുകമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.